ആഘോഷങ്ങൾ ഏതുമാവട്ടെ, നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത. പട്ടാമ്പി BRCയുടെ കീഴിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സ്ട്രീം എക്കോസിസ്റ്റം പദ്ധതി സമാപിച്ചു. സമാപനത്തിന്റെ ഉദ്ഘാടനവും ബ്രോഷർ പ്രകാശനവും മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. 2024-25 അധ്യയന വർഷത്തിൽ സമഗ്ര ശിക്ഷ കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും സംയുക്തമായി പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ഗവേഷണാഭിരുചി വളർത്തുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്ട്രീം എക്കോസിസ്റ്റം. ഇതിന്റെ ഭാഗമായി പട്ടാമ്പി BRC പരിധിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാലയങ്ങളിലെ UP ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ ചേർന്ന് ശീലം മാറ്റം, സ്മാർട്ടാകാം, മണ്ണിനെ അറിയാം, നല്ലൊരു നാളേക്കായി എന്നീ 3 ഗവേഷണ പ്രൊജക്ടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനവും പ്രൊജക്ട് റിപ്പോർട്ടുകളുടെ പ്രകാശനവും മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. പരിമിതികൾ ഉണ്ടായിരുന്ന സമയത്താണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം മുന്നോട്ട് വരുന്നത്. അത് കേരളത്തിലുണ്ടാക്കിയത് ഇൻഫ്രാസ്ട്രക്ചറൽ ബൂമാണ്. എല്ലാ വിദ്യാലയങ്ങളിലും മികച്ച കെട്ടിടങ്ങളായി. ഇപ്പൊ നിങ്ങളിരിക്കുന്ന ഈ വിദ്യാലയം കൂട്ടിപ്പോകാൻ തീരുമാനിച്ച വിദ്യാലയമായിരുന്നു. കുട്ടികളുടെ എണ്ണം കുറഞ്ഞ് സൗകര്യങ്ങളില്ലാത്ത വിദ്യാലയമായിരുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി ഈ കെട്ടിടവും ഈ ഓഡിറ്റോറിയം അടക്കമുള്ള കാര്യങ്ങൾ, ബസ്, കിച്ചൺ അടക്കം വലിയ മാറ്റങ്ങൾ വിദ്യാലയങ്ങളിൽ വന്നു. അപ്പോൾ കെട്ടിടങ്ങളും സൗകര്യങ്ങളുമായി 11.5 ലക്ഷത്തോളം കുട്ടികൾ പുതുതായി സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് കടന്നു വന്നു. പാഠപുസ്തകങ്ങൾ സമയബന്ധിതമായി കിട്ടുന്നില്ല എന്നൊരു പ്രശ്നം അതിന് പരിഹാരം വന്നു. ഇപ്പൊ തന്നെ അടുത്ത വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ വിദ്യാലയത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. പാഠപുസ്തകങ്ങളും സമയബന്ധിതമായി എത്താൻ തുടങ്ങി. പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളെ കുറിച്ച് പൊതുവായിട്ട് പറഞ്ഞിരുന്നത് മാതൃഭാഷയായിട്ടുള്ള മലയാളം പോലും നന്നായിട്ട് സംസാരിക്കാൻ അവർ പഠിക്കുന്നില്ല എന്നതായിരുന്നു ആക്ഷേപം. മലയാളത്തിളക്കമടക്കമുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികളിലൂടെ, ഹെലോ ഇംഗ്ലീഷ് അടക്കമുള്ള പദ്ധതികളിലൂടെ പ്രൊജക്ടിൽ പങ്കാളികളായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമുള്ള അനുമോദനവും ചടങ്ങിൽ വച്ച് നടന്നു. 17 വിദ്യാലയങ്ങളിൽ നിന്നായി 102 വിദ്യാർത്ഥികളാണ് പ്രൊജക്ടിൽ പങ്കെടുത്തത്. VP മനോജ് അധ്യക്ഷത വഹിച്ചു. K ജയപ്രകാശ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഡോക്ടർ M ഷഹീദ് അലി, RP ബാബുരാജ്, ഗീത തങ്കം, K ഷീബ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.